അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. CJP സമരം പിൻവലിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി അഭിനന്ദനം അർഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് മറക്കാനാവാത്തൊരു നല്ല സംഘടനയായി, നല്ലൊരു പ്രസ്ഥാനമായി CJP വളരട്ടെ, ഉയരട്ടെ. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നീറ്റ് പരീക്ഷ ചോരുക. 5-6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഇരിക്കുന്ന അവരൊക്കെ പരാജയപ്പെടുക. തീരെ പഠിക്കാത്ത ആളുകൾക്ക് നീറ്റ് പരീക്ഷ അങ്ങ് ചോർച്ച ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവർ വിജയിക്കുക. പണക്കാരൻ്റെ, BJPക്കാരൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ വിജയിക്കുക. അവർ പഠിച്ചിട്ടില്ല, അവരിത് നോക്കി പരീക്ഷ എഴുതുക. നേരത്തെ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ടവൻ വീണ്ടും തോൽക്കുക. ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. എന്നിട്ട് ഈ പഠിക്കാത്തവൻ ആണ് വിജയിക്കുന്നത്. ഡോക്ടറേറ്റിനാണ് ഈ നീറ്റ് പരീക്ഷ കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടറാവാനാണ്. എന്നിട്ട് അവരാണ് രോഗികളെ ചികിത്സിക്കുന്നത്. ഈ തീരെ പഠിക്കാതെ നീറ്റ് പരീക്ഷ ചോർച്ച കണ്ട് അതിൽ നിന്ന് വിജയിച്ച ആളുകളാണ് സത്യത്തിൽ പരീക്ഷയിൽ ജയിക്കുന്നത്. അവരാണ് ഡോക്ടറാകുന്നത്. രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും? ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് നിസ്സാര വിഷയമായിട്ട് കാണാൻ പറ്റുമോ? CJP എന്ന ഈ പ്രസ്ഥാനം എന്ത് തന്നെ ആയാലും അഭിനന്ദനം അറിയിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ BJP RSS എന്ന പ്രസ്ഥാനത്തോട് 90% ആളുകളും വെറുപ്പാണ്. 90% വെറുപ്പാണ്. ജാതിമത ഭേദമന്യേ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും BJPയെയോ RSSനെയോ സ്നേഹിക്കാൻ കഴിയില്ല. മനസ്സാക്ഷിയില്ലാത്തവൻ, കപടന്മാർക്ക് ജയിക്കാനേ പറ്റൂ. കപടന്മാർക്ക്, വർഗീയത ഉള്ള ആളുകൾക്കൊക്കെ BJPയോട് ഒരു സ്നേഹം ഉണ്ടാവും. അതിന് വർഗീയതയുള്ള ആളുകൾ കുറവാണ് നമ്മുടെ നാട്ടിൽ. ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, സെക്യുലറിസം സ്നേഹിക്കുന്ന, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോളുരുമ്മി ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരു പൂന്തോട്ടത്തിൽ പോയാൽ അവരെ താമരപ്പൂ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവൻ ഭംഗി ആസ്വദിക്കാത്ത മരമണ്ടൂസനാണ്. അവിടെ ചെമ്പരത്തിപ്പൂ, താമരപ്പൂ, അതുപോലെ തന്നെ മുല്ലപ്പൂ, എല്ലാ പൂക്കളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് പൂന്തോട്ടമായി വരിക. അല്ലെങ്കിൽ അത് പൂന്തോട്ടാവൂലല്ലോ. എന്നിട്ട് ഒരു വിഭാഗം താമരപ്പൂ മാത്രം നല്ല പൂ, വേറൊരു പൂക്കളും ഇല്ല, ഒന്നും പാടില്ലെന്ന് പറയുന്നവൻ സത്യത്തിൽ ബുദ്ധിയില്ലാത്തവനും സൗന്ദര്യ ആസ്വദിക്കാത്തവനുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയം, ഈ BJPയെ ഇന്ത്യയിലെ 90% വെറുക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് BJP വിജയിക്കുന്നു? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. EVM മിഷൻ മാറ്റിയിട്ട് ബാലറ്റ് പേപ്പർ വരിക എന്നല്ലാതൊരു വഴിയുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അടക്കം എല്ലാവരും ഒത്താശ ചെയ്തുകൊണ്ട് കള്ളത്തരത്തിലൂടെ വിജയിച്ച് കയറുമ്പോൾ പിന്നെന്ത് ചെയ്യാൻ പറ്റും? വിജയിച്ചാൽ പിന്നെ വിജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒറ്റ വിഷയം അതാണ്. ഇത് നിലനിൽക്കും കാലത്തോളം EVM മിഷനിൽ തിരിമറി നടത്തിയിട്ട് വിജയിച്ച് കാണുന്നൊരവസ്ഥ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമേരിക്കയിലടക്കം ബാലറ്റ് പേപ്പറാണ്. ഈ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. CJP, കോക്രോച്ച് ജനതാ പാർട്ടി, ആ യുവാക്കളെ അഭിനന്ദനം അറിയിക്കുന്നു, ആശംസ അറിയിക്കുന്നു. നിങ്ങൾ പോരാടണം. നിങ്ങളെ പോരാട്ടം വിജയിച്ചു. സത്യത്തിൽ നീറ്റ് പരീക്ഷ മന്ത്രി രാജിവെച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമ്മളെ നാട് വിജയിക്കട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ.